ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം, നമസ്കാരം, സ്വാഗതം. ഈ ഞായറാഴ്ച രാവിലെയുള്ള ധ്യാനത്തിന് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്കേവർക്കും വളരെ പരിചയമുള്ള, മനഃപ്പാഠം അറിയാവുന്ന യേശുവിൻ്റെ വാക്കുകൾ. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ആ വാക്യത്തിൻ്റെ മുഴുവനും ഇങ്ങനെയാണ്: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഈ ഒരു പ്രസ്താവന നമുക്കറിയാം, യേശുവിൻ്റെ സുപ്രധാനമായ 2-3 വാക്യങ്ങളെടുത്താൽ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ യോഗ്യമായ ഒരു വാക്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഴങ്ങളെ അളക്കുന്നത് വളരെ അഭികാമ്യമായ ഒരു കർത്തവ്യമാണ്, അനുഭവമാണ്, ആവശ്യമാണ്. നിങ്ങൾ തീർച്ചയായും ഈ വാക്യത്തെ ആസ്പദമാക്കി കുറഞ്ഞത് ഒരു 20-30 പ്രസംഗങ്ങളെങ്കിലും കേട്ട് കാണും. എന്നാൽ പ്രസംഗങ്ങളിൽ കൂടെ വചനത്തിൻ്റെ ആഴങ്ങളെ ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ സാധ്യമല്ല എന്നത് ഈ വയൽ പ്രദേശത്ത് നന്നേ അധ്വാനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എക്കാലത്തും താല്പര്യപ്പെട്ടിരുന്നത് കൺവെൻഷൻ പ്രസംഗങ്ങളോ പുൾപിറ്റ് അഭ്യാസങ്ങളോ അല്ല, വേദപുസ്തക പഠനങ്ങളാണ്, ബൈബിൾ സ്റ്റഡീസ്. ഇപ്പോൾ ബൈബിൾ സ്റ്റഡി ആകുമ്പോൾ ആൾക്ക് ഇച്ചിരി കൂടെ ക്ഷമയുണ്ട്, കുറച്ചുകൂടെ ചിന്തിക്കാൻ മനസ്സുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായ ചില കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ ഉള്ള സാവകാശം അതിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കി അനേക തവണ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഉൾപ്പെടുത്തുവാൻ കഴിയാതെ പോയ ചില അറിവുകൾ, അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾ ദയവായി ക്ഷമാപൂർവ്വം സഹിഷ്ണുതയോടെ ശ്രദ്ധ വളരെ കേന്ദ്രീകരിച്ച് ഈ അന്വേഷണ അനുഭവത്തിൻ്റെ സക്രിയമായ ഭാഗം വഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആമുഖമായി തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതൊരു യാഥാർത്ഥ്യമാകിയാൽ സൂചിപ്പിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അപ്പോൾ യേശു പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നിട്ടുള്ളതും ഇനിയും എക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതുമായ 2 സാർവലൗകിക യാഥാർത്ഥ്യങ്ങളെ യേശു അടയാളപ്പെടുത്തുകയാണ്. ഒന്ന്, മനുഷ്യൻ മരണത്തെയും ജീവിതത്തെയും ഒന്നുപോലെ സ്നേഹിക്കുന്നു. ഒരുപക്ഷേ കൂടുതലും മരണത്തിലേക്കുള്ള വഴിയാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കാൻ സാധ്യത. ജീവനോട് വലിയ ആസക്തിയുണ്ടെന്ന് പറയുമ്പോഴും പ്രാവർത്തികമായി നോക്കുമ്പോൾ മനുഷ്യൻ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു തന്നെ പറഞ്ഞതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ 2 വഴികളെപ്പറ്റി യേശു സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് നാശത്തിലേക്ക് പോകുന്ന വഴി, മറ്റേത് ജീവനിലേക്ക് പോകുന്ന വഴി. കൂടുതലും ആളുകൾ നാശത്തിലേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് യേശു വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അവതരിപ്പിച്ച ആശയത്തിൻ്റെ ആധാരം എന്ന് ഹ്രസ്വമായി സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രശ്നം. മനുഷ്യൻ എന്തുകൊണ്ടോ ജീവനിൽ അള്ളിപ്പിടിച്ചു നിൽക്കുമ്പോഴും കൂടുതൽ നാൾ ജീവിച്ചിരിക്കാൻ താല്പര്യം കാണിക്കുന്തോറും അവൻ്റെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം കൊണ്ട് മരണത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, മനുഷ്യൻ ഒന്നിനെയും അതിൻ്റെ പൂർണ്ണതയിൽ അറിയുവാനോ അതിനോട് ബന്ധപ്പെടുവാനോ കൂട്ടാക്കുകയില്ല. അതവൻ്റെ പരിമിതി കൊണ്ടാണ്. ആ പരിമിതി ഉള്ളിടത്തോളം കാലം അവൻ എല്ലാറ്റിൻ്റെയും അംശം മാത്രം പിടിച്ചിരിക്കും. പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശത്തെ അള്ളിപ്പിടിക്കുന്ന ഒരു ബുദ്ധിശൂന്യമായ പ്രവണത മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന
വളരെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മുടെ ശ്രദ്ധ അർഹിക്കേണ്ട ഒരു വലിയ സത്യം തന്നെയാണ്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇതുകൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ നാം ഭാഗികമായി അറിയുന്നു, എന്നാൽ ഭാഗികമായത് മാറി പൂർണ്ണമായത് വരുമ്പോൾ നാം ഭാഗികമായത് ഉപേക്ഷിച്ച് കളയുമെന്ന് പറയുന്നു. അപ്പോൾ നാം ഭാഗികമായി അറിയുന്നു, നാം ഭാഗികമായി മാത്രം അന്വേഷിക്കുന്നു, നാം ഭാഗികമായി മാത്രം അനുഭവിക്കുന്നു, ഭാഗികമായി മാത്രം ബന്ധപ്പെടുവാൻ താല്പര്യപ്പെടുന്നു, ഭാഗികമായി മാത്രം നാം ജീവിക്കുന്നു. എന്നാൽ ഈ ഭാഗികത എന്നത് ജീവൻ്റെ മർമ്മത്തിന് വിരുദ്ധമാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അത് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഹ്രസ്വമായി ഞാൻ പറയാൻ പോവുകയാണ്. ജീവൻ എന്നത് ഒരു സക്രിയമായ പ്രതിഭാസമാണ്. ഇറ്റ്സ് എ ഡൈനാമിക് പ്രിൻസിപ്പിൾ. അങ്ങനെ സക്രിയമായ ഒന്നും ഭാഗികമായി നിൽക്കുവാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ ശ്വാസമാണ്. ഭൗതികമായി നോക്കുമ്പോൾ ശ്വാസമാണ്. ശ്വാസത്തിന് 2 ഘടകങ്ങളുണ്ട്. നാം ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അപ്പോഴാണ് ഒരു ശ്വാസം പൂർത്തീകരിക്കുക. നമുക്ക് ഭാഗികമായി ഒരു ശ്വാസത്തെ സ്വീകരിപ്പാൻ സാധ്യമല്ല. അങ്ങനെ ഭാഗികമായി സ്വീകരിച്ചാൽ നാം മരിച്ചു പോകും. അത്രയും മതി, ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ചത്തുപോകും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം. ഇതെല്ലാ അവസ്ഥയിലും അന്വർത്ഥമാണ്. ഇപ്പോൾ തന്നെ ഒരു ജോലി കിട്ടി, ആ ദിവസം മുതൽ അവിടെ സേവനം ചെയ്യേണ്ട ശമ്പളം മതി എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ജോലി സ്ഥലത്ത് നിൻ്റെ വ്യക്തിത്വം മരിച്ചു പോകും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കുന്നു. അതിൻ്റെ പൂർണ്ണത വേണ്ട അംശം മതി. എന്താണ് ഈ അംശം? ആനുകൂല്യം എന്നാണ് ഈ അംശം. ആ ആനുകൂല്യം എന്ന് പറയുന്ന അംശത്തെ മാത്രം ലാക്കാക്കി ദൈവത്തോട് ബന്ധം പുലർത്തുന്നവൻ മരിച്ചു പോകും. ദൈവത്തോടാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ മരിച്ചു പോകും. നീ ഇപ്പോൾ തന്നെ മരിച്ചവനാണ്. അപ്പോൾ അവർക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണമെന്ന് യേശു പറയുമ്പോൾ അന്നത്തെ മത മേഖലയിൽ വസിച്ച ആളുകളെ പറ്റിയാണ്, വളരെ ഭക്തിയുള്ളവരെ പറ്റിയാണ് ഈ പറയുന്നത് മനസ്സിലാക്കുക. അല്ലാതെ നിരീശ്വരവാദികളെ പറ്റി അല്ല യേശു പറയുന്നത്. ഭക്തജനത്തിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഇതിൽ ഘടകവിരുദ്ധമായ മറ്റു മർമ്മമുണ്ട്. അതാണ് പൈശാചികമായ മർമ്മം. മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ഈ 3 ക്രിയ നിങ്ങൾ നോക്കിയാൽ അതെല്ലാം ഭാഗികതയുടെ അഭ്യാസങ്ങളാണ്. മോഷ്ടിക്കുക, അത് ഭാഗികമാണല്ലോ. അപ്പോൾ ആരെങ്കിലും വന്ന് എൻ്റെ ഒരു കമ്പ്യൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ വസ്ത്രങ്ങളെല്ലാം മോഷ്ടിച്ചു, അതെൻ്റെ ഭാഗികമായ കാര്യങ്ങളാണ്. എൻ്റെ ജീവൻ അവന് മോഷ്ടിക്കാൻ സാധ്യമല്ലല്ലോ. ഇപ്പോൾ എൻ്റെ ജീവൻ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കൊന്നു എന്നർത്ഥം. അങ്ങനെ കൊല്ലാം, പക്ഷേ അതുകൊണ്ട് എൻ്റെ സ്വത്ത് ബാക്കി ഇവിടെ കിടക്കും. അപ്പം അങ്ങനെ എന്നാലും എൻ്റെ ജീവന് സ്വത്ത് എടുത്താൽ തന്നെയും എൻ്റെ ജീവൻ അവൻ്റെ അവകാശമാകുകയില്ല, അത് മറ്റെവിടെയോ ചെന്ന് എത്തേണ്ടതാണ്. അപ്പോൾ ഭാഗികമായി മാത്രമേ അക്രമം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. അക്രമത്തിൽ വിശ്വസിക്കുന്നവൻ എപ്പോഴും ഭാഗികമായ വ്യക്തിത്വം ഉള്ളവനാണ്, ഭാഗികമായ താല്പര്യങ്ങൾ മാത്രമുള്ളതാണ്. അങ്ങനെ ഭാഗികമായ താല്പര്യവും കാഴ്ചപ്പാടും ലക്ഷ്യമുള്ളവൻ ഭ്രാന്തനായിരിക്കും. അവനിൽ നിന്ന് ബുദ്ധിയുള്ളതോ മനുഷ്യത്വമുള്ളതോ സമചിത്തതയുള്ളതായ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവൻ ഭൂതഗ്രസ്തനെ പോലെ അലറിയും വിളിച്ചും അതും ഇതും മറ്റുള്ളവരെ തട്ടിയും മുട്ടിയും കടിച്ചും കാറിയും തൂവിയും ഒക്കെ നടക്കും എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വഴിയുള്ളൂ. അല്ലാത്ത പ്രതീക്ഷകൾ അസ്ഥാനത്താണ്, ബുദ്ധിശൂന്യമാണ്. അതാണ് സാത്താന്യ തത്വം എന്ന് മനസ്സിലാക്കുക. നമ്മൾ സാത്താന്യം മനസ്സിലാക്കിയിരിക്കുന്ന പണ്ടത്തെ പോലെ ഇങ്ങനെ വലിയ കൊമ്പുമൊക്കെ വെച്ച് ഇങ്ങനെ കറുത്ത അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ഭാഗികമായ വ്യക്തിത്വത്തിൽ നിൽക്കുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾ ഭാഗികമാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് ഭാഗികമാണ്, നിങ്ങളുടെ ലക്ഷ്യം ഭാഗികമാണ്. നിങ്ങൾ പൈശാചിക ശക്തിയുടെ അടിമയാണ്. നിങ്ങൾ സാത്താന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇതാണ് എൻ്റെ പരിശുദ്ധമായ അർത്ഥം. ഇതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചു. സാത്താനെ എന്നെ വിട്ടുപോകും. എന്താണ്? പത്രോസിനെ ആ സമയത്ത് ഈ ഭാഗികമായ താല്പര്യം ബാധിക്കുകയാണ്. യേശു യെരൂശലേമിൽ പോകണം, പിതാവായ ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ച് തന്നെ ലോകത്തിൻ്റെ പാപത്തിൻ്റെ മറുവിലയായി അർപ്പിക്കേണ്ടതാണ് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഉടനെ പത്രോസ് എന്താ പറയുന്നത്? അത് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല, കാരണം എനിക്ക് നിന്നെ വേണം. അത് പത്രോസ് വിചാരിക്കുന്നത് ഒരു വലിയ കാര്യം, യേശുവിനോട് കാണിക്കുന്ന വലിയ ഔദാര്യമാണ്. യേശുവിനറിയത് ഭാഗികതയുടെ പിശാചാണ് സംസാരിക്കുക.
അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് നാം സംസാരിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. 2 പ്രശ്നങ്ങൾ. ഒന്ന്, ജീവനെ പറ്റി യഥാർത്ഥത്തിൽ പ്രാവർത്തികമായ താല്പര്യം നിലനിർത്തുന്ന ആളുകൾ നന്നേ കുറവാണ്. 2, ജീവനിൽ താല്പര്യമുള്ളവർ പോലും അതിൽ ഭാഗികമായി മാത്രം താല്പര്യം കാണിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം മനസ്സിലാക്കാതെ നമുക്ക് ആത്മീയതയിൽ അല്പം പോലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ അല്പസമയം കണ്ടെത്താം. ഞായറാഴ്ചയാണല്ലോ, അല്പം കൂടെ സാവകാശം കാണിക്കണമേ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഞാൻ മാത്രം വെച്ചത് ഉൾപ്പെടുത്താൻ പോവുകയാണ്. നാം സമൃദ്ധമായി ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നാം ഭാഗികമായി മാത്രം ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ആദ്യമേ ഞാൻ അവതരിപ്പിക്കട്ടെ. നാം ഭാഗികമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്നു, നാം സാഹചര്യങ്ങളെ ഭാഗികമായി മാത്രം കാണുന്നു, അവയോട് ഭാഗികമായി മാത്രം പ്രതികരിക്കുന്നു എന്നത് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. എൻ്റെ ചില ഭാഗങ്ങൾ സൂചിപ്പിക്കാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ചിലർ എടുത്തുചാട്ടക്കാരാണ്, ഇമ്പൾസീവ്. എനിക്കങ്ങനെ ഒരു വലിയ രോഗമുണ്ടായിരുന്നു, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും അത് ആവർത്തിക്കാം. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കറിയാം, ഞാൻ എടുത്തുചാട്ടത്തിൽ കൂടെ എവിടെയെങ്കിലും പ്രവർത്തിച്ചാൽ, ഇമ്പൾസീവായിട്ട് പ്രവർത്തിച്ചാൽ, എപ്പോഴും ഞാൻ എന്തിനോട് പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഒരു അംശം മാത്രമേ എനിക്ക് മനസ്സിലാക്കാനോ അനുഭവിപ്പാനോ സാധ്യമാകുകയുള്ളൂ. അതിനേക്കാൾ പ്രധാനമായി ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഒരു അംശത്തിൽ ആശ്രയിച്ചാണ് അതിനോട് പ്രതികരിക്കുന്നത്. എൻ്റെ ഒരു അംശം കൊണ്ട് ആ ഒരു അവസ്ഥയുടെ അംശത്തോട് ഞാൻ പ്രതികരിക്കുകയാണ്. അംശത്തോട് പ്രതികരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ നമുക്ക് വരാമാകുന്ന നഷ്ടം നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കി. ഞാനൊരു അംശം മാത്രമല്ല, ഞാനൊരു ഇമ്പൾസ് മാത്രമല്ല. എനിക്ക് ചിന്തിക്കാൻ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ സാക്ഷ്യമുണ്ട്, വിശാലമായ അറിവുണ്ട്, മാനുഷികമായ വികാരങ്ങളുണ്ട്, ആത്മീയമായ വെളിപ്പെടുത്തലുണ്ട്. കഴിഞ്ഞകാല വലിയ വലിയ സാക്ഷികളുടെ ആ സാക്ഷ്യങ്ങളുണ്ട്. എന്തായിരിക്കണം, എന്തറിഞ്ഞുകൂടാ, ആയിക്കൂടാ എന്നതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റ ഒരു നിമിഷത്തിൽ ഞാൻ അന്ധനായി ആ ഇമ്പൾസ് കൊണ്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ പ്രകടിപ്പിക്കുന്നതിൽ, എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. മാത്രവുമല്ല, ഞാൻ ഏത് സാഹചര്യത്തോട് പ്രതികരിക്കുന്നു എന്നതിനെ മനസ്സിലാക്കുന്നതിലും ഞാൻ പരാജയപ്പെട്ടു. നമുക്കറിയാം, ഒരു സാഹചര്യത്തിൻ്റെ, ഒരു സംഭവത്തിൻ്റെ, വേണ്ട ഒരു വ്യക്തിയുടെ തന്നെ അവസ്ഥയുടെ സത്യാവസ്ഥ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അല്പം സമയമെടുക്കും. ഒറ്റ നോട്ടത്തിൽ കാണുന്നത് പോലെ അല്ല യാഥാർത്ഥ്യം. ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ഭാഗികമാണ്. ഈ ലോകത്തിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മഞ്ഞുമലകൾ പോലെയാണ്. ഐസ്ബർഗ് എന്ന് പറയും, ഐസ്ബർഗ്. അത് സമുദ്രത്തിൽ ഇങ്ങനെ ഒഴുകി വരും. ജലപ്പരപ്പിൻ്റെ മുകളിൽ കുറച്ചേ കാണത്തുള്ളൂ, അതിൻ്റെ 10-1 കാണത്തുള്ളൂ. ബാക്കി 10-9 താഴെയാണ്. ഈ ലോകത്തിലെ എല്ലാ അവസ്ഥകളും, അവയുടെ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ്, ഐസ്ബർഗ് പോലെയാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആ ജലപ്പരപ്പിന് മുകളിലുള്ള ആ മഞ്ഞുമലയുടെ, അതായത് ആ മഞ്ഞുമലയുടെ 10-1, അതിൻ്റെ 100-1 നാം കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രതികരണം എത്ര ഭാഗികമായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ പ്രതികരിച്ചാൽ നാം ഈ സമുദ്രത്തിൽ മുങ്ങി മരിച്ചു പോകും. ടൈറ്റാനിക് അങ്ങനെയാണ് മുങ്ങിയത്. 1200-ൽ പരം വലിയ വലിയ കുബേരന്മാർ, അന്നത്തെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്ന ടൈറ്റാനിക് 1913-ലോ 14-ലോ കണ്ടാണ് മരിച്ചുപോയി. നമുക്കറിയാം, അത് മഞ്ഞുമലയോട് ഭാഗികമായി പ്രതികരിച്ചാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഐതിഹാസികമായൊരു അടയാളപ്പെടുത്തലാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഇമ്പൾസ് വളരെ ആവശ്യമാണ്. ഇമ്പൾസിൽ നമ്മളൊന്നും ചെയ്യത്തില്ല. അതേസമയം ഈ ഇമ്പൾസ്, അതായത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഈ ഒരു ആവേശം, അത് മാത്രമല്ല നാം
അതുപോലെ തന്നെ ഇമ്പൾസ് പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിവ് തന്നിട്ടുണ്ട്. നമുക്ക് വൈകാരികമായ ചില അനുഭവങ്ങളും അറിവുകളും ഇന്നത് വേണം അഭികാമ്യമാണെന്നും അല്ലെന്നുമുള്ള ആ ഒരു അവബോധങ്ങൾ ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ചരിത്രപരമായ ബോധമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നില്ല. നാം ഏതെങ്കിലും ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ സത്യമറിഞ്ഞ് നാം അതിനോട് പ്രതികരിക്കുമോ? സത്യമാണ് പൂർണ്ണതയാണ് സത്യം. നിങ്ങൾക്ക് ജീവനുണ്ട്, സമർത്ഥമായ ജീവനുണ്ടതിൻ്റെ തെളിവ് ഇത് മാത്രമാണ്. അല്ലെങ്കിൽ തീർച്ചയായും ഇത് പ്രധാനപ്പെട്ടൊരു തെളിവാണ്. എന്ത്? നിങ്ങളായിരിക്കുന്ന ഏതവസ്ഥയും, നിങ്ങൾ ഇടപെടുന്ന ഏത് സാഹചര്യവും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നവും നിങ്ങൾ അതിൻ്റെ സത്യത്തിൽ തിരിച്ചറിയുകയും സത്യത്തിൽ കൂടെ തന്നെ നിങ്ങൾ അതിനോട് ബന്ധം പുലർത്തുക അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ തെളിവ്. ഉദാഹരണം പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരും ഗലീല കടലിൽ യാത്ര ചെയ്യുകയാണ്. യേശു അവരോട് പറയുന്നു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അത് വളരെ പ്രതീകാത്മകമായൊരു പ്രസ്താവനയാണ്. അക്കരയ്ക്ക് പോവുക. നിങ്ങൾ ഇക്കരെ മാത്രം നിൽക്കുന്നവരാണ്. ഇക്കരയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ മിടുക്കരാണ്. അക്കരയ്ക്ക് പോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ കരയ്ക്കും അക്കരയ്ക്കും ഇടയിൽ സമുദ്രമുണ്ട്. സമുദ്രം എന്താണ്? നിൻ്റെ അറിവുകളെയും പരിചയങ്ങളെയും സങ്കല്പങ്ങളെയും താരിപ്പുകളെയും മാനുഷികമായ നിൻ്റെ കഴിവിനെയും തുച്ഛീകരിക്കുന്ന ഒരു തത്വം ഈ ലോകത്തിൽ എപ്പോഴുമുണ്ട്. അതാണ് സമുദ്രം. സമുദ്രത്തോട് യുദ്ധം ചെയ്യാനൊന്നും ആർക്കും കഴിയുകയില്ല. നെപ്പോളിയൻ ആണെങ്കിലും അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഒരു സമുദ്രത്തോടും യുദ്ധം ചെയ്യാനൊക്കത്തില്ല എന്ന് നമുക്കറിയാം. പുടിനാണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിലും എത്ര ആറ്റം ബോംബ് കയ്യിലുണ്ട്, ഇടത് കയ്യിലൊന്ന് വലത് കയ്യിലൊന്ന് ഒരെണ്ണം കടിച്ചു പിടിച്ചിരിക്കുന്നു, ഞാൻ അറബിക്കടലിനോട് അല്ലെങ്കിൽ പസഫിക് മഹാസമുദ്രത്തോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യമായ തകരാറുണ്ട്. ചികിത്സ ആവശ്യമാണെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ അക്കരയ്ക്ക് പോകണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൊടുങ്കാറ്റടിക്കുന്നു. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ പത്രോസ് എപ്രകാരമാണ് പ്രതികരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പത്രോസ് അങ്കലാപ്പിലാകുന്നു, അവൻ പരിഭ്രമിക്കുന്നു. പരിഭ്രമിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ആ സന്ദർഭത്തെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ അതിമനോഹരമായി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലൊന്നും വർണ്ണിക്കുകയില്ല, സൂചന മാത്രമേ ഉള്ളൂ. അത് വചനത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്, മാഹാത്മ്യമാണ്. സൂചന, വർണ്ണനയില്ല, സൂചന. യേശു അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്പവിശ്വാസികളെ, അല്പം, അംശം. എന്താണ് ഈ അല്പവിശ്വാസം? അല്പത്തിൽ മാത്രമുള്ള വിശ്വാസം. അല്ലാതെ വിശ്വാസത്തിൻ്റെ നീളമോ വലിപ്പമോ ഭാരമോ തൂക്കമോ ഒന്നുമല്ല. അല്പത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന വിശ്വാസം. പത്രോസ് നോക്കിയപ്പോൾ ഇതാ തിരമാലകൾ ഇളകുന്നു, കാറ്റലറുന്നു. അത് മാത്രമേ കാണുന്നുള്ളൂ. അത് ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു അംശം മാത്രമാണ്. ആ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും സൃഷ്ടിച്ച മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനോട് അധികാരമുള്ളവൻ പടകിലുണ്ട്. ഈ പടകുമുണ്ട്, കൂടെ മറ്റുള്ളവരുമുണ്ട്. ഈ കടലിനക്കരത്ത് മറ്റൊരു കരയുണ്ട്. ഈ കടലിനെയും കരയെ നിയന്ത്രിക്കുന്ന മറ്റൊരു മർമ്മം ഇതിനെല്ലാം ഉപരിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ മറന്നുപോയി. അപ്പോൾ ആത്മീയമായ പക്വതയുള്ള, അതായത് സമർത്ഥമായ ജീവനുള്ളൊരു വ്യക്തിത്വം അങ്ങനെയൊരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ ഈ ഉയരുന്ന തിരമാലയും അലറുന്ന കൊടുങ്കാറ്റിനെയും മാത്രമല്ല മറ്റെല്ലാറ്റിനെയും പരിഗണിച്ചായിരിക്കും പ്രതികരിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് മാത്രമേ പ്രതികൂല സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ, അതിനെ അതിജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ആരാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ? സമർത്ഥമായ ജീവൻ പ്രാപിക്കാൻ താല്പര്യമുള്ളവൻ മാത്രമേ അവസാനത്തോളം സഹിച്ചു നിൽക്കുകയുള്ളൂ. അല്പം ആനുകൂല്യം പ്രാപിപ്പാൻ മാത്രം വരുന്നവൻ, ഏതെങ്കിലും സാഹചര്യത്തിൽ ആനുകൂല്യത്തിൻ്റെ ഉറവ വറ്റിപ്പോയാൽ അന്നേരം അവൻ വാലും ചുരുട്ടി നടന്നു നയിക്കും, പൊടി തട്ടി പോയെന്നിരിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് വല്ല വിധേയയും സമർത്ഥമായ ജീവൻ, അതിൻ്റേതായ വ്യക്തിത്വം പ്രാപിക്കണം. അല്ലാത്തവൻ പിടിച്ച് നിൽക്കുകയില്ല. അതാണ് ഇതിനകത്തെ മർമ്മം. അപ്പോൾ നാം പ്രതികരിക്കുന്നത് ഭാഗികമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നാം അറിയുന്നത് ഭാഗികമായിട്ടാണ്. ഭാഗികമായ അറിവും അജ്ഞതയും തമ്മിൽ വലിയ ദൂരമില്ല എന്നതാണ് ക്രൂശീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം.
അതുകൊണ്ടാണ് ക്രൂശിൽ നിന്ന് യേശു ആദ്യമായി പറയുമ്പോൾ മനുഷ്യൻ്റെ അജ്ഞതയെപ്പറ്റി പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. ആ അജ്ഞതയുടെ ഉറവിടം എന്താണ്? ലോകത്തിലുള്ള മനുഷ്യന് അവൻ ദൈവികമായ ദർശനം പ്രാപിക്കുന്നത് വരെ, അവൻ്റെ വ്യക്തിത്വത്തിൽ ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നത് വരെ അവൻ കാണുന്നത് ഭാഗികമാണ്. അന്നത്തെ പുരോഹിതവർഗം യേശുവിനെ കണ്ടപ്പോൾ അവരെന്ത് കണ്ടു? ഒരു പേക്കോലം കണ്ടു. ആ പേക്കോലത്തെ എങ്ങനെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനമായി സുഖമായി ജീവിക്കാമെന്നവർ വിചാരിച്ചു. അത് അവരുടെ ഭാഗികമായ മാത്രം അറിയാനും പ്രതികരിക്കാനുമുള്ള കഴിവിൻ്റെയോ കഴിവ് കേടിൻ്റെയോ ഒരു പരിണിത ഫലമാണ്. മാത്രവുമല്ല, ആ ഒരു പ്രശ്നത്തിന് അവർ ആവിഷ്കരിക്കുന്ന പോംവഴിയും ഭാഗികമാണ്. ഒരുത്തനെ കൊന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ സമാധാനമായി ജീവിക്കാം. അത് വാസ്തവത്തിൽ ഭാഗികമായി പോലുമുള്ള പോംവഴിയല്ല, അതൊരു വലിയ മണ്ടത്തരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഒരു പ്രശ്നം അവസാനിക്കുന്നില്ല, കൂടുതൽ പ്രശ്നങ്ങളത് ഉളവാക്കുകയുള്ളൂ. എന്നാലും അവർക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കുവാനും പ്രതികരിക്കാനും സാധ്യമുള്ളൂ. കാരണം അവരുടെ വ്യക്തിത്വം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യമെങ്കിലും വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഇത് നിങ്ങളുടെ മനസ്സിൽ പതിക്കാതിരിക്കുകയില്ല. യേശുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ വളരണം എന്നുള്ളതായിരുന്നു. അവൻ്റെ വ്യക്തിത്വം വളരണം, അവൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന നിധി എന്താണെന്ന് മനസ്സിലാക്കണം, അവനെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അഭൗമമായ സാധ്യതകൾ, അതിൻ്റെ അപ്രമേയമായ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. അവൻ അംശമായതിൽ അള്ളിപ്പിടിച്ച് അവൻ്റെ തന്നെ പേക്കോലമായി കഴിയുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ തനിമയുടെ മാഹാത്മ്യം, അതിൻ്റെ വെളിച്ചം, അതിൻ്റെ സൗന്ദര്യം അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം അവനുണ്ടാകണം. അങ്ങനെ മനുഷ്യത്വത്തിലേക്ക് വളരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും യേശു നൽകിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പൊതുവായുള്ള സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്നൊരു പ്രസ്താവനയാണ് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് പറയും. എന്നാൽ ഈ സമൃദ്ധമായ ജീവനുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ അതിൻ്റെ പൂർണ്ണ സാധ്യതകളിലേക്ക് വളർത്തുവാനുള്ള വലിയൊരു കടമയുണ്ട്. അതിനാണ് പരിശുദ്ധി എന്ന് പറയുന്നത്. അതിനെ തികച്ചും അർത്ഥശൂന്യമായി വിവക്ഷിച്ചിട്ട് പരിശുദ്ധിയെ ബാഹ്യമായ ഒരു നാടകമാക്കി നാം മാറ്റിക്കളഞ്ഞു. പള്ളിയിൽ പോവുക, അവിടെ വിശുദ്ധമായിട്ട് ഇങ്ങനെ ഇരിക്കുക, കണ്ണ് പടച്ചിരിക്കുക, ഇച്ചിരി വികാരമൊക്കെ കാണിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുരിശു വരയ്ക്കുക, വല്ലപ്പോഴുമൊക്കെ വാറയ്ക്ക് പുറന്നടിക്കുക, പിന്നെ ആരെങ്കിലും കാണുമ്പോൾ തന്നെ കൈമുത്തുക, കാല് പിടിക്കുക. ഇതൊക്കെയാണ് വിശുദ്ധി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് മൃഗങ്ങളോട് പോലും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ എത്ര അഭൗമമായ ഒരു വിഭാവനയോടുകൂടി ദൈവം പ്രത്യേകതയുള്ളൊരു സൃഷ്ടിയായി ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. നിന്നിൽ അനന്തമായ സാധ്യതകൾ നിക്ഷേപിച്ചിരിക്കുന്നു. അവയുടെ പൂർണ്ണത അറിയുകയും അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ ഏറ്റവും മഹനീയമായ തോതിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നീ നിൻ്റെ കണ്ണിൽ തന്നെ വെളിച്ചമായി മാറുന്നു. മറ്റുള്ള അനുഭവത്തിലും അപ്രകാരം തന്നെ. ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാ വ്യക്തികളും വളരണമെന്നുള്ളതാണ് ആത്മീയതയുടെ ലക്ഷ്യം. അല്ലാതെ ചില നക്കാപ്പിച്ച നൽകുക, ചിലരുടെ റെക്കമെൻഡേഷനിൽ പോയി പ്രാപിക്കുക, ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന പോലെ മുഖസ്തുതി പറയുക, കൈക്കൂലി കൊടുക്കുക, കാപഠ്യത്തോടെ ചില ഭക്തി അഭിനയിക്കുക. ഇതുകൊണ്ട് നമ്മുടെ മതജീവിതം നിറച്ചു കളഞ്ഞു, അത് മുടിച്ചു കളഞ്ഞു, അർത്ഥശൂന്യമാക്കി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഈ യേശുവിൻ്റെ സുപ്രധാനമായ ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥം എന്താണെന്ന് പോലും നാളിതുവരെ ആരും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ധൈര്യപ്പെടാതിരുന്നത്. കാരണം ഈ മാനദണ്ഡം വെച്ച് നിങ്ങൾ അവരെ അളന്നു നോക്കിയാൽ എന്ത് സംഭവിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സമർത്ഥമായ മാനദണ്ഡം അവതരിപ്പിക്കാൻ ആത്മധൈര്യമുള്ള ഏതെങ്കിലും ഒരു മത നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാമോ?
മതനേതാവായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതാവായിക്കൊള്ളട്ടെ, എല്ലാവരും ഇങ്ങനെ മാറി ഭരിച്ച് നടക്കുന്നല്ലോ. ഈ ഒരു മാനദണ്ഡത്തിലാണ് നാം വ്യക്തികളെ അളക്കുന്നതെങ്കിൽ അവരെവിടെ നിൽക്കും? നമുക്ക് അവരോട് പരിതാപം തോന്നും. അയ്യോ പാപം എന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവർത്തികമായ ഒരു കാര്യം ഒരു അച്ചടക്കം മാത്രം സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കണം. അതെന്താണ്? ഞാൻ ഏത് അവസ്ഥയിലായാലും, ഞാൻ ആരോട് ബന്ധപ്പെട്ടാലും, ഞാൻ ഏത് പ്രതിസന്ധിയോട് പ്രതികരിച്ചാലും, ഞാൻ ഏത് പ്രസ്ഥാനത്തോട് അടുത്തു നിന്നാലും, ഞാൻ ഏത് പ്രതിസന്ധിയെ കൈകാര്യം ചെയ്താലും എൻ്റെ വ്യക്തിത്വത്തിൻ്റെ നാനാമുഖമായ കഴിവുകളും സാധ്യതകളും മനഃപൂർവ്വം അവയോട് ബന്ധിപ്പിച്ച് ആ ഒരവസ്ഥയിൽ, അതിനാണ് പക്വതയെന്നും സമചിത്തതയെന്നും ഉന്നതമായ ദർശനമെന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഞാൻ പ്രതികരിക്കും. അതിൻ്റെ ആവശ്യം മനസ്സിലാകുന്നതിന് വേണ്ടി. ഇപ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ സഭയോട് വലിയ ബഹുമാനവും സ്നേഹവും എരിവാണ് ഏറ്റവും നല്ലത്. നല്ല മുളകില്ല, വറ്റൽ മുളക് പോലെ, സഭ വറ്റൽ മുളകുകാർ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ ഈ അല്പത്തരം കൊണ്ടാണ് പ്രതികരിക്കുന്നത്. അവരെ ഈ എടുത്തുചാട്ടം, ഞങ്ങളുടെ സഭയോട് വിമർശനാത്മകമായ ഒരു വാക്ക് പറഞ്ഞു, ഒരൊറ്റ ചാട്ടമാണ്. സ്പെയിനിലെ കാളയുടെ മുമ്പിൽ ഈ ചുവന്ന തുണിക്കഷ്ണം കാണിച്ചാൽ അത് വന്ന് കുത്തുന്ന പോലെ ഒരൊറ്റ കുത്താണ്. അത് ഓർത്തഡോക്സ് കുത്തെന്ന് പറഞ്ഞാൽ എന്നാ കുത്താ? കത്തോലിക്ക കുത്തെന്ന് പറഞ്ഞാൽ എന്താ കുത്താ? പെന്തക്കോസ്ത് കുത്തെന്ന് പറഞ്ഞാൽ എന്തോ കുത്താ? ഇതിനപ്പുറത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് സഭയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹം, ബഹുമാനം, സേവനം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അത്രമാത്രം നമ്മൾ പട്ടുപോയി എന്നർത്ഥം. മൃഗത്തെപ്പോലെ പ്രതികരിച്ചാൽ, സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി മൃഗത്തെപ്പോലെ പ്രതികരിച്ചാൽ ഞാൻ മിടുക്കനാണ്. അങ്ങനെയുള്ളവരോട് മെത്രാന്മാർക്ക് വലിയ പ്രേമമാണ് സമ്മതിക്കുന്നത്. പക്ഷേ അവർ നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള മൂളയില്ലാതെ പോയല്ലോ എന്നല്ല ഞാൻ എന്ത് പറയാനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നാൽ, ഒരാശയം വന്നാൽ, ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ വന്നാൽ നാം അതിനോട് ഭാഗികമായി പ്രതികരിക്കുമോ അതോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത കൊണ്ട് പ്രതികരിക്കുമോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. പ്രാവർത്തികമായ ഒറ്റ ചോദ്യത്തിൽ ഞാൻ ഈ ചിന്തകൾ അവസാനം സമാഹരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ വിവിധമായ സഭകൾ, ഈ ഓരോ സഭകളുടെയും അവസ്ഥ നമുക്കറിയാം. നാം അവയോട് എങ്ങനെ പ്രതികരിക്കും? എൻ്റെ സഭയിലുള്ള അനീതിയും അക്രമവും അഴിമതിയും ചീഞ്ഞ നാറ്റങ്ങളും, അതിൽ പെർഫ്യൂം അടിക്കുകയാണ് എൻ്റെ ജോലി എന്ന് ചിന്തിക്കാം. അല്ല, സഭയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകരുത്. സഭയെപ്പറ്റി ഒരു വലിയ ദർശനം വചനത്തിലുണ്ട്. യേശുവിൻ്റെ ശരീരമാകണം, യേശുവിൻ്റെ മണവാട്ടിയാകണം. എന്നാലോചിച്ച് നോക്കണം, യേശുവിൻ്റെ മണവാട്ടി നാറുന്നതേ, നാറി മനുഷ്യൻ്റെ മൂക്കിൽ നാറ്റം കൊണ്ട് നിൽക്കാൻ വയ്യ ഈ മണവാട്ടിയെ കൊണ്ട്. ആ ഒരവസ്ഥ സംരക്ഷിച്ച് അതുപോലെ നിലനിർത്തുന്നതാണോ നല്ലത്? അല്ല, ഈ മണവാട്ടി ഒന്ന് കുളിപ്പിച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന വെച്ചിട്ട് മഞ്ഞളൊക്കെ ഒന്ന് ചേർത്ത്, ശകലം സാൻഡൽവുഡ് ചന്ദനമൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് കുളിപ്പിച്ച്, ആ പേനൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ്, ദേഹത്തെ ചൊറിയും ചാതനമൊക്കെ ഒന്ന് മാറ്റി, നാറ്റമൊക്കെ ഒന്ന് മാറ്റി, ഒരു നല്ല സാരിയൊക്കെ എടുത്ത്, വേണ്ട ഒരു ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത്, പല്ലൊക്കെ ഒന്ന് തേപ്പിച്ച് ഒന്നുകൊണ്ട് നിർത്തുക. ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏതാണ് നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും നല്ല ആത്മീയമായ സേവനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. പക്ഷേ നിങ്ങളുടെ മതപരമായ വ്യക്തിത്വം വെറും കടുകളൊക്കെ ആണെങ്കിൽ നിങ്ങളിതുപോലെ ചാടും, നിങ്ങൾ കുരയ്ക്കും, നിങ്ങൾ ഈ സ്പെയിനിലെ മൂരിക്കാളുകളെ പോലെ കുത്താൻ വരും. ഇത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ പൊതുവായി പരസ്യപ്പെടുത്തുകയാണ്. ഇത് സങ്കടമാണ്. ഈ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന ഒരേ ലക്ഷ്യത്തിലാണ് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നത്. മഹത്തരമായൊരു ദർശനം യേശുവിൽ കൂടെ ലോകജാതി, മനുഷ്യജാതി മുഴുവൻ പ്രാപിച്ചിരിക്കുക. നമ്മുടെ കുത്തക അവകാശമൊന്നുമല്ല, അത് ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്തുമല്ല, അത് മറ്റൊരു വലിയ തെറ്റിദ്ധാരണയാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്, വല്ല സംശയമുണ്ടോ? പക്ഷേ അത് ക്രിസ്ത്യാനി സ്വന്തം തീപ്പെട്ടിയായിട്ട് കൊണ്ട് നടക്കുക, ബുദ്ധിയില്ലാത്തവൻ, ബോധമില്ലാത്തവൻ. അതുകൊണ്ട് അപ്പോൾ അവർക്ക് ജീവനുണ്ടാകുക, അവർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഭൂമിയുടെ പരപ്പിൽ ആരെങ്കിലും മനുഷ്യരായുണ്ടോ?
മനുഷ്യകുലത്തിൻ്റെ അംഗങ്ങളായിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ജീവനുണ്ടായാൽ മാത്രം പോരാ, സമൃദ്ധമായ ജീവനുണ്ടാകുക. അത് വലിയ ആശയമാണ്. അതിനെപ്പറ്റിയോ അനേകം കാര്യങ്ങൾ ഇനി നമുക്ക് അറിയാനിരിക്കുന്നു. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഈ ഒരു ദർശനം പ്രാപിപ്പാൻ, അതിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ ഇന്നേ ദിവസം നമുക്ക് ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം പങ്കെടുക്കുന്ന എവരോടുമുള്ള എൻ്റെ കൃതജ്ഞത വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.